إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റജബ് മാസം അവസാനിച്ച് ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ഇനി അവശേഷിക്കുന്നത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അമലുസ്സാലിഹാത്തുകൾ അവസാനിക്കുന്നതായ ഒരു സന്ദർഭം അവനില്ല. എല്ലാ ആഴ്ചയിലും ഖുതുബകളായും വേണ്ട ഓരോ ദിവസം 5 നേരത്തെ നമസ്കാരമായും ഒരു മുഅ്മിനിന് അവന്റെ ഈമാനിനെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് നന്നാക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവന് ധാരാളം കൽപ്പനകളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത്. അതിൽ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലുസ്സാലിഹാത്തുകൾ തൻ്റെ ജീവിതത്തിൽ, സുന്നത്തുകൾ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയും ചെയ്യണം. عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم افعلوا الخير خير دهركم وتعرضوا لنفحات ربكم وتعرضوا لنفحات رحمة الله فإن لله نفحات من رحمته يصيب بها من يشاء من عباده واسألوا الله أن يستر عوراتكم وأن يؤمن روعاتكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അല്ലാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകം സമയങ്ങളിലും സന്ദർഭങ്ങളിലും ചില അമലുകൾ അനുഷ്ഠിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാരണമാക്കി തീർക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവനിലേക്ക് ഇറങ്ങാൻ ചില സമയവും സന്ദർഭവും ഒക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സ്വായത്തമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നിങ്ങളുടെ വീഴ്ചകൾ അത് മറക്കപ്പെടാനും
അതുപോലെ തന്നെ നിങ്ങളുടെ ഭയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുവാനും സമാധാനമുണ്ടാകുവാനും നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കണം. ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങളുടെ ആയുസിനെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം കഴിഞ്ഞു പോകുകയാണ്, പ്രായമായി വരികയാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ആയുസിൽ നിന്ന് നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, അവശേഷിക്കുന്ന ആയുസിൽ ധാരാളം നന്മകൾ ചെയ്തു കൂട്ടാൻ വേണ്ടി മനുഷ്യ നീ തയ്യാറാകുക. عن أسامة بن زيد رضي الله عنهما قال قلت يا رسول الله لم أرك تصوم من شهر من الشهور ما تصوم من شعبان قال صلى الله عليه وسلم ذلك شهر يغفل الناس عنه بين رجب ورمضان وهو شهر ترفع فيه الأعمال إلى رب العالمين فأحب أن يرفع عملي وأنا صائم. ഷഅബാൻ മാസത്തിന് അപ്രകാരം ഒരു പ്രത്യേകതയുള്ള മാസമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ ഈ ഷഅബാൻ മാസത്തിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങ് ധാരാളം നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുന്നത് കാണാൻ ഇടവന്നത്? അള്ളാഹുവിന്റെ റസൂല് ഷഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കാനുള്ള കാരണം എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നാമത്തെ കാരണം ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു, ആളുകളിൽ അധികം ആളുകളും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ്. കാരണം അത് ബൈന റജബിൻ വ ശഅബാൻ, പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിനും നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിനും ഇടയിൽ വരുന്നൊരു മാസമായതുകൊണ്ട് അധികം ആളുകളും അത്ര ശ്രദ്ധിക്കാതെ ഗൗനിക്കാതെ പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ആ മാസത്തിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്. അതൊരു കാരണം. രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വദാക ശഹ്റുൻ യുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബിങ്കലേക്ക് ഒരു മനുഷ്യന്റെ ഒരു വർഷത്തിലെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം. നമ്മൾ ചെയ്ത അമലു സാലിഹാത്തുകൾ അള്ളാഹുവിന്റെ പക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, അതുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഒരു നോമ്പുകാരനാണ്, നോമ്പുകാരനായിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും എന്നോണം സാധിക്കുന്ന അത്രയും ദിവസങ്ങൾ നോമ്പെടുക്കുന്നത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ ഷഅബാനിലെ ആദ്യ കാലത്ത് നോമ്പെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 15 പിന്നിട്ടാൽ പിന്നെ നോമ്പെടുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നിന്ന് എടുക്കണം. ചില ആളുകൾ ഷഅബാൻ മാസത്തിൽ ഒരു നോമ്പ് എടുക്കൂല, സുന്നത്ത് നോമ്പുകളൊന്നും എടുക്കൂല, 15 മാത്രം ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ സുന്നത്താണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഷഅബാൻ മാസത്തിൽ ധാരാളമായി സാധിക്കുന്ന അത്രയും ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അത് 15 സുന്നത്താണ്, 13, 14, 15 അത് അയ്യാമുൽ ബീദിന്റെ ദിവസമാണ് എന്ന അർത്ഥത്തിൽ ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ സുന്നത്തായ കാര്യമാണ്. പക്ഷെ ഒറ്റ ദിവസം നോമ്പെടുക്കാതെ ഷഅബാൻ 15 മാത്രം ഒരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആളുകൾ അശ്രദ്ധരാകുന്ന സമയത്ത് ഇബാദത്തിൽ ഏർപ്പെടൽ, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്, ആളുകൾ അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് അടുത്തു വരുന്നതിന്, ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ദീനിലേക്ക് അടുത്തു വരുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അൻ മഅഖൽ ഇബ്നു യസാർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ, ആളുകൾ തിന്മകളിൽ അഭിരമിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്രകാരം ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിലേക്കും അള്ളാഹുവിലേക്കും ഹിജ്റ പോകുന്നത് പോലെയാണ് എന്നാണ്, ഹിജ്റയുടെ പ്രതിഫലമാണ് എന്നാണ്. മാത്രമല്ല ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖാല ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വഅലം
أن الأوقات التي يغفل الناس عنها معظمة القدر. ആളുകൾ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന കാലഘട്ടത്തിൽ സന്ദർഭങ്ങളിൽ ദീനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ അത്യധികം വലിയ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞ ശഅബാൻ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ്. ആ മാസത്തിൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആളുകളൊക്കെ ദുനിയവിയായ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും മുഴുകുമ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട ഇബാദത്തുകളിലും നല്ല കാര്യങ്ങളിലും മുഴുകാൻ വേണ്ടി ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ വലിയ പ്രതിഫലമുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹിജ്റ പോകുന്നത് പോലെയുള്ള പ്രതിഫലമാണ് അതിന്. അപ്പൊ ശഅബാൻ മാസത്തിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. ധാരാളം അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും സുന്നത്ത് നോമ്പുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനും ഇനി സാധിക്കുമെങ്കിൽ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളും ഒക്കെയായി ഈ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر. അള്ളാഹുവിന്റെ റസൂൽ ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കുന്ന ചില സന്ദർഭം വരും. അങ്ങനെ ഞങ്ങൾ പറയും, ഇനി എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമെന്ന് ഞങ്ങൾ പറയുമാർ അദ്ദേഹം സുന്നത്ത് നോമ്പുകൾ എടുക്കും. വയുഫ്തിറു ഹത്താ നഖൂലു ലാ യസൂം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം സുന്നത്ത് നോമ്പുകൾ ഇല്ലാതെ ധാരാളം ദിവസങ്ങൾ കടന്നു പോകും. ഞങ്ങൾ പറയും, ഇനി സുന്നത്ത് നോമ്പുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ എടുക്കുന്നുണ്ടായിരിക്കില്ല എന്ന് ഞങ്ങൾ പറയുമാറ് സുന്നത്ത് നോമ്പില്ലാത്ത സന്ദർഭങ്ങളും വരാറുണ്ട്. فما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر إلا رمضان. സമ്പൂർണമായി ഒരു മാസം പൂർണ്ണമായും അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുത്തത് റമദാൻ മാസമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. وما رأيته أكثر صياما منه في شعبان. ഷഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നത്, അത്രമാത്രം ധാരാളം സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് മറ്റൊരു മാസത്തിലും എനിക്ക് കാണാൻ ഇടവന്നിട്ടില്ല. അപ്പൊ ധാരാളമായി നിരുപാധികം സുന്നത്ത് നോമ്പെടുക്കാവുന്ന മാസമാണ് ഷഅബാൻ മാസം. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവർക്കാണ് അനുവാദമുള്ളത്. എന്നാൽ മധ്യത്തിലെത്തിയാലോ, എന്നിട്ടും ആദ്യത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു വരാത്തവരാണെങ്കിൽ പിന്നെ പാതി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പുകൾ അവർക്ക് നിർവഹിക്കാവതല്ല എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക, വരാനിരിക്കുന്ന ജീവിതം നന്നാക്കുക, കഴിഞ്ഞ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നന്മയായി പ്രതിഫലമായി നമുക്ക് നൽകും. ജീവിതത്തെ നന്നാക്കുക, തഖ്വയുള്ളവരാകുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار